നരേന്ദ്ര കീഴടങ്ങുക എന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന് പരോക്ഷ മറുപടിയുമായി ശശി തരൂർ MP രംഗത്ത്. രാഹുലിന്റെ പരാമർശം തള്ളിയ തരൂർ ഇന്ത്യ പാക് സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും വ്യക്തമാക്കി. രാഹുലിന്റെ പരാമർശത്തിനെതിരെ BJP രംഗത്ത് വന്നിരുന്നുവെങ്കിലും കോൺഗ്രസ് MP-യായ ശശി തരൂർ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന തരത്തിൽ രംഗത്ത് വന്നത് ആദ്യമായാണ്. തരൂരിന്റെ പരാമർശത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതികരണം പുറത്തു വന്നിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റിനോട് ബഹുമാനം മാത്രമേയുള്ളൂ. അങ്ങനെയൊരു ബന്ധമാണ് ഇന്ത്യ അമേരിക്കയുമായി പുലർത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം ആരോടും വിഷയത്തിൽ ഇടപെടാനോ മധ്യസ്ഥത വഹിക്കാനോ ആവശ്യപ്പെട്ടിട്ടില്ല. പാകിസ്ഥാനോട് സംസാരിക്കാൻ ഒരു ഭാഷ തടസ്സമല്ല. ഭീകരതയുടെ ഭാഷയിൽ പാകിസ്ഥാൻ സംസാരിച്ചാൽ സൈന്യത്തിന്റെ ഭാഷയിൽ ഇന്ത്യ മറുപടി നൽകുമെന്നും ശശി തരൂർ പറയുന്നുണ്ട്. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച സംഘതൻ ശ്രീജൻ അഭിയാൻ ക്യാമ്പയിനിൽ സംസാരിക്കവെയാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ US പ്രസിഡന്റ് ഇടപെട്ടെന്ന ആരോപണം രാഹുൽ ഗാന്ധി ആവർത്തിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഡൊണാൾഡ് ട്രംപിന്റെ ഫോൺ കോളിനെ തുടർന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കീഴടങ്ങിയതെന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത്. BJP-യെയും RSS-നെയും എനിക്ക് നന്നായിട്ടറിയാം. അവരുടെ മേൽ അല്പം സമ്മർദ്ദം ചെലുത്തുകയോ ചെറിയ തള്ളു കൊടുക്കുകയോ ചെയ്താൽ അവർ ഭയന്നോടും. ട്രംപ് ഇതിന്റെ ഒരു സിഗ്നൽ നൽകിയിട്ടുണ്ട്. ഫോൺ എടുത്ത് മോദിജി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നരേന്ദ്ര കീഴടങ്ങുക എന്ന് പറഞ്ഞു. ശരി സാർ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി ട്രംപിന്റെ സിഗ്നൽ അനുസരിച്ചുവെന്നാണ് രാഹുൽ ഗാന്ധി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്. ഫോൺ കോൾ ഇല്ലാത്ത ഒരു കാലം 1971-ലെ യുദ്ധത്തിൽ US-ന്റെ 7ാം കപ്പൽ പട വന്ന കാലം ഇവിടെ കൂടിയിരുന്ന പലർക്കും ഓർമ്മയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ആയുധങ്ങൾ എത്തി, ഒരു വിമാനവാഹിനി കപ്പൽ വന്നു. എന്നാൽ ഇന്ദിരാഗാന്ധി പറഞ്ഞു എനിക്ക് ചെയ്യേണ്ടത് ഞാൻ ചെയ്യുമെന്ന്. അതാണ് വ്യത്യാസം, അതാണ് സ്വഭാവം. ഇവരെല്ലാം ഇങ്ങനെയാണ്. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ അവർ കീഴടങ്ങിയവരല്ല. അവർ വൻ ശക്തികളെ എതിർത്തവരായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യലബ്ധി മുതൽ കീഴടങ്ങൽ കത്തുകൾ എഴുതുന്ന ശീലം അവർക്കുണ്ട് എന്നാണ് RSS-നെ കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതേസമയം സൈനികരെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് അലഹാബാദ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നിരിക്കുകയാണ്. സൈന്യത്തിനെതിരെ പ്രസ്താവനകൾ നടത്തുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പരിധിയിൽ വരുന്നതല്ലെന്നാണ് കോടതി വിമർശിച്ചത്. ഭാരത് ജോഡോ യാത്രക്കിടെ ഇന്ത്യൻ സൈനികർക്കെതിരെ നടത്തിയ പരാമർശങ്ങളുടെ പേരിലാണ് രാഹുൽ ഗാന്ധിക്ക് ബുധനാഴ്ച അലഹാബാദ് ഹൈക്കോടതിയുടെ വിമർശനം നേരിടേണ്ടി വന്നത്. ലക്നൗ കോടതി പുറപ്പെടുവിച്ച സമൻസിനെതിരെ രാഹുൽ ഫയൽ ചെയ്ത ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ വിമർശനം. ജസ്റ്റിസ് സുഭാഷ് വിദ്യാർത്ഥിയുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഈ വർഷം ഫെബ്രുവരിയിലാണ് ലക്നൌവിലെ MP-മാർക്കും MLA-മാർക്കുമുള്ള പ്രത്യേക കോടതി സമൻസ് അയച്ചത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്നു. എന്നാൽ ഈ സ്വാതന്ത്ര്യം ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. കൂടാതെ ഇന്ത്യൻ സൈന്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവനകൾ നടത്താനുള്ള സ്വാതന്ത്ര്യം ഇതിൽ ഉൾപ്പെടുന്നില്ല എന്നും കോടതി നിരീക്ഷിച്ചിരുന്നു.